തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിന്റെ ആഘാതം ഇടതുമുന്നണിക്ക് വിട്ടുമാറിയിട്ടില്ല. ഈ തോൽവി വളരെ വിശദമായി ചർച്ച ചെയ്യാൻ CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. നിർണായക LDF യോഗം നാളെയാണ്. VS അനു വിവരങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. അനു, ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ഈ ഇടതുമുന്നണിക്ക്. CPM നേതൃയോഗങ്ങളൊക്കെ ഉണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, വികസനം പറഞ്ഞുള്ള വോട്ട് തേടൽ, അല്ലെങ്കിൽ അതൊന്നും ഫലവത്തായില്ല, വികസനം പറഞ്ഞുള്ള വോട്ട് തേടലൊന്നും ഫലവത്തായില്ല എന്നാണ് നിലവിലൊരു വിലയിരുത്തലൊക്കെയും. അപ്പോൾ നേതൃയോഗങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? വിവരങ്ങൾ എങ്ങനെയാണ്? ഇടതുമുന്നണിയുടെ നിലവിലെ വിലയിരുത്തൽ എങ്ങനെയാണ് ഈ തോൽവിയുമായി ബന്ധപ്പെട്ട്? സേതു, ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ ഒരു ആഘാതത്തിൻ്റെ അവസ്ഥയിലാണ് അവർ ഉള്ളത്. കാരണം ഇങ്ങനെ ഒരു തിരിച്ചടി ഒരു ഘട്ടത്തിൽ പോലും CPIM ഓ CPI ഓ ഇടതുമുന്നണിയോ മൊത്തത്തിലോ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതേയിരുന്നില്ല. ചെറിയ വോട്ട് വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ മുന്നേറ്റം കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ശക്തി കേന്ദ്രങ്ങളായ തിരുവനന്തപുരവും കൊല്ലവും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വലിയ ഇടിവ് അത് ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും ഇന്ന് രണ്ട് പാർട്ടികളുടെയും നേതൃയോഗങ്ങളുണ്ട്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നു. CPIയുടെ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള നേതൃയോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇങ്ങനൊരു തിരിച്ചടിയിലേക്ക് എത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കും. അവിടെ ഒരുപക്ഷെ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിവരം പോലും പ്രാദേശിക തലത്തിൽ നിന്ന് എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നുള്ളതിലായിരിക്കും. കാരണം ജനഹിതം ഇതാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും ഇടതുമുന്നണിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. സ്വാഭാവികമായും നാളത്തേക്കുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ അത് CPI ഇന്നലെ ഇപ്പോൾ ബിനോയ് വിശ്വ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുള്ളത് എഴുതി അയക്കാം എന്ന്, മെയിൽ അയക്കാമെന്നൊക്കെ. അങ്ങനെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ തിരുത്തലിലേക്ക് പാർട്ടികൾ കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.